എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും ധ്യാനിക്കേണ്ട യേശുവിൻ്റെ രൂപം ഏതെന്ന് ചോദിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥത്തിലെ പത്രോസ്ലീഹ പറയുന്നു, കുരിശിൽ തൂങ്ങപ്പെട്ടവനെ ധ്യാനിച്ചാൽ, യേശുവിൻ്റെ സഹനത്തെക്കുറിച്ച് ധ്യാനിച്ചാൽ നമുക്ക് ആത്മീയമായി വളരാൻ സാധിക്കും. കുരിശിലെ ഈശോയെ ധ്യാനിക്കുക എന്നുള്ളത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. കാരണം കുരിശിലെ ഈശോയെ നോക്കുന്തോറും പലർക്ക് ഒരുപക്ഷെ ഭാരവും സങ്കടമൊക്കെ വരാം. അതുകൊണ്ട് ബോധപൂർവം മറച്ചു വെക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ കുരിശിൻ്റെ വഴി ചൊല്ലി പ്രാർത്ഥിക്കുക, ക്രൂശിതനായ ക്രിസ്തുവിനെ ധ്യാനിക്കുക, ഇങ്ങനെയുള്ള ആത്മീയ ഭക്താഭ്യാസങ്ങൾ നമ്മൾ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായി നമുക്ക് വളരാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അവസ്ഥ എത്ര കഠിനമാണെങ്കിലും, എത്ര വലിയ കുഴിക്കകത്താണെങ്കിലും, രക്ഷപ്പെടാൻ പറ്റാത്ത വണ്ണം ഞെരുക്കത്തിലാണെങ്കിലും, ഇതാ നമ്മുടെ മുമ്പിൽ ഈശോ നമുക്ക് നല്ല ഒരു വഴി തുറന്നു തരുവാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? തൂങ്ങപ്പെട്ട ഈശോയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. യേശു സഹിച്ച വഴികളെ ധ്യാനിച്ചാൽ നമ്മുടെ മുമ്പിൽ അത്ഭുതകരമായി സമാധാനം വന്ന് നിറയും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങൾക്കും കുരിശിലേക്ക് നോക്കുമ്പോൾ കൃത്യമായി വ്യക്തമായി ഒരു ഉത്തരം ലഭിക്കുമെന്ന്, സമാധാനം കിട്ടുമെന്ന്.